തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ രോഗിയുടെ ശരീരത്തിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്ത്. സുമയ്യയുടെ ശരീരത്തിനുള്ളിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കാൻ സാധിക്കുമെന്ന് മെഡിക്കൽ ബോർഡിന്റെ പ്രാഥമിക റിപ്പോർട്ട്. അതേസമയം രോഗിയുടെ ജീവന് ഭീഷണിയുള്ളതിനാൽ മെഡിക്കൽ ബോർഡിന്റെ ഒരു സിറ്റിംഗ് കൂടി നടത്തിയ ശേഷമാകും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക. വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, അതായത് ഈ ഗൈഡ് വയർ പുറത്തെടുക്കാനാകും, പക്ഷേ രോഗിയുടെ ജീവന് ഭീഷണി ഉണ്ട് താനും. അതായത് അന്തിമ റിപ്പോർട്ടിലാകും എന്താണ് ചെയ്യേണ്ടത് എന്നതിലൊരു തീരുമാനമുണ്ടാവുക, അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ശസ്ത്രക്രിയക്കിടെ സുമയ്യയുടെ ശരീരത്തിൽ കുടുങ്ങിയ ഗൈഡ് വയർ നീക്കം ചെയ്യുന്നതിലായിരുന്നു ആരോഗ്യവകുപ്പ് ശ്രീചിത്ര ആശുപത്രിയിലെ വിദഗ്ധരുമായി ഒരു ഒപ്പീനിയൻ തേടിയിരുന്നത്. ആ ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ പ്രാഥമികമായൊരു കണ്ടെത്തൽ വന്നിരിക്കുന്നത്. പ്രാഥമികമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും ഈ ഒരു ഗൈഡ് വയർ നീക്കം ചെയ്യുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. അത് ചെയ്യുന്നത് മൂലം സുമയ്യയ്ക്ക് യാതൊരുവിധ അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. എന്നാലും രോഗിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ആരോഗ്യ നില കണക്കിലെടുത്ത ഒരു തവണ കൂടി ഒരു സിറ്റിംഗ് കൂടി നടത്തിയ ശേഷമാകും ഗൈഡ് വയർ നീക്കം ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനമുണ്ടാവുക. അതിനുശേഷമാകും റിപ്പോർട്ട് പുറത്തുവിടുക. ഇപ്പോൾ റിപ്പോർട്ടിലെ ആദ്യ സിറ്റിംഗ് നടത്തിയതിലെ റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് രോഗിയുടെ ശരീരത്തിൽ നിന്ന് ഗൈഡ് വയർ നീക്കം ചെയ്യുന്നതിന് യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷേ അത് നീക്കം ചെയ്യുമ്പോൾ പ്രാഥമികമായി എന്തെങ്കിലും കരുതലുകൾ എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒന്നുകൂടി ശ്രീചിത്ര ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുമായി ഒന്നുകൂടി ചർച്ച നടത്തിയ ശേഷം അതിലൊരു തീരുമാനമെടുക്കും. ഈ ആദ്യത്തെ സിറ്റിംഗിൽ നടന്ന അല്ലെങ്കിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ രോഗി സുമയ്യയോടൊക്കെ പറഞ്ഞിരുന്നു. സുമയ്യ അവർക്ക് അതിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ശേഷം രണ്ടാമത്തെ സിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു അന്തിമ തീരുമാനം മതി എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് സുമയ്യയും വീട്ടുകാരും ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറയുകയുണ്ടായി, ശസ്ത്രക്രിയയ്ക്കിടെ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തന്നെയാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകാൻ കാരണം. അതിനെതിരെ ഡോക്ടർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യമൊക്കെ തന്നെ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ ഇനി ആ ഒരു നടപടി സ്വീകരിക്കണമെങ്കിൽ അവസാന സിറ്റിംഗ് നടത്തിയതിന് ശേഷമാകും ആ ഒരു നടപടിയും അതുപോലെ തന്നെ റിപ്പോർട്ടിലെ മുഴുവനായ വിശദാംശങ്ങളും പുറത്തു വരിക. എന്തായാലും പ്രാഥമികമായ നിഗമനത്തിൽ ഇവരുടെ ശരീരത്തിൽ കുടുങ്ങിയ ഗൈഡ് വയർ നീക്കം ചെയ്യുന്നതിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. സുരക്ഷിതമായി തന്നെ ഗൈഡ് വയർ നീക്കം ചെയ്യാൻ സാധിക്കും. എന്നാലും ഒരു രണ്ടാമത്തെ ഒപ്പീനിയൻ എന്ന നിലയ്ക്കാണ് വിദഗ്ധ സമിതി ഒന്നും കൂടി യോഗം ചേർന്ന് ഉടൻ തന്നെ ആ യോഗം ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന. ആരോഗ്യവകുപ്പ് അധികൃതരും മറ്റുള്ളവരും ചേർന്നായിരിക്കും, ശ്രീചിത്ര ഹോസ്പിറ്റലിലെ വിദഗ്ധ സമിതിയും ചേർന്നായിരിക്കും ഈ ഒരു യോഗം ചേരുക. എന്തായാലും രണ്ടാമത്തെ യോഗം ഈ അടുത്ത ആഴ്ച തന്നെ ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യോഗം ചേർന്നതിന് ശേഷമാകും ഈ ഒരു ഗൈഡ് വയർ നീക്കം ചെയ്യുന്നത് എങ്ങനെയാകും, അത് എന്നത്തോടുകൂടി ഇത് നീക്കം ചെയ്ത ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ സുമയ്യയ്ക്ക് ഉണ്ടാകത്തില്ല എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷമാകും ഗൈഡ് വയർ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക. എന്തായാലും അടുത്ത ആഴ്ച തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും ഈ ഒരു സർജറി നടത്തിയ അല്ലെങ്കിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കെതിരെ തക്കതായൊരു നടപടി ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്തായാലും സുമയ്യയുടെ നില ഇപ്പോൾ മുന്നത്തെ പോലെ തന്നെ തുടരുകയാണ്. ശ്വാസമുട്ടലും അതുപോലെ തന്നെ ദേഹാസ്വാസ്ഥ്യവും ഒക്കെ തന്നെ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണ് സുമയ്യ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രാഥമിക റിപ്പോർട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ ശരിയായി വന്നു കഴിഞ്ഞാൽ അന്തിമ റിപ്പോർട്ടിലും ഇത് തന്നെയാണ് പറയുന്നതെങ്കിൽ ഈ ഒരു ഗൈഡ് വയർ നീക്കം ചെയ്യുന്നതിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്, ശരി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. ഗൈഡ് വയർ പുറത്തെടുക്കാനാകും, പക്ഷേ ജീവന് ഭീഷണി ഉള്ളതിനാൽ ഒരു സിറ്റിംഗ് കൂടി നടത്തിയ ശേഷം അന്തിമ റിപ്പോർട്ട് നൽകാമെന്നാണ് പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനന്ദ.